അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സഹോദര സലപ്പി ഇതുവരെ ഉറൂസ് കാര്യക്രമത്തെ കുറിച്ചിട്ട് വീഡിയോ ആക്കിക്കൊണ്ടിരുന്ന ഇന്ത്യയിൽ പിന്നെ ദിക്ർ മജ്ലിസിനെ കുറിച്ചിട്ട് ഒന്ന് ആ വീഡിയോ ഒന്ന് കാണും. വാർഷിക സ്വലാത്ത് മജ്ലിസ്, മാസിക ദിക്ർ ഹൽക്ക, ഇങ്ങനെ വാര ബഹലാസ് മഗ്രിബിൽ പിന്നെ പള്ളിക്ക് പോയിട്ട് വെച്ചിട്ട് സ്വലാത്തുണ്ടല്ലേ. ഇങ്ങനത്തെ ഒരു റൂഢി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിലും സുഹാബിമാരുടെ കാലത്തിലും പിന്നെ വന്ന തബീഈങ്ങളുടെ കാലത്തിലും വാർഷിക, മാസിക, വാരിക, പാക്ഷിക, ദൈനംദിന ഏത് വേണമെങ്കിൽ ദിക്ർ മജ്ലിസ് നടക്കട്ടെ ഹബീബി. ആ ദിക്ർ മജ്ലിസ് നടക്കരുതായ ആ മജ്ലിസ് എന്നുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടിരാ എന്നുള്ള രീതിക്ക് ഞങ്ങൾ നോക്കണായത്. ನನ್ನ കയ്യിലുള്ളത് സ്വഹീഹ് മുസ്ലിം കാണ്ടൽ കിതാബ് സ്വഹീഹ് മുസ്ലിം. ഈ സ്വഹീഹ് മുസ്ലിമില് കിതാബു ദിക്ർ ചൊಂತ ഒരു കിതാബുണ്ട്. അതിലെ മൂന്നാമത്തെ ഒരു ബാബ് നോക്കും. ഫിൽ ഇജ്തിമാഇ അലാ തിലാവത്തി കിതാബില്ലാഹി, അള്ളാഹുരെ പരിശുദ്ധമായ കിതാബ് ഖുർആൻ ഓതുക വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുറേ. അപ്പൊ അങ്ങനത്തെ കാര്യത്തൊക്കെ ഒരുമിച്ച് കൂടാണ്ടൈത്ത് ഒരു സംഘം ഹൽക്ക നടത്താണ്ടൈത്ത്. ആ ഹദീസിൽ ചൊല്ലു ഒമാ ഇജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ല യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും. അള്ളാഹുരെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് അവിടെ പരിശുദ്ധമായ ഖുർആൻ അങ്ങ ഹൽക്കായിട്ട് ഓതുറാറ്. വയതദാറസൂനഹു ബൈനഹും അങ്ങ വാളു മജ്ലിസ് നടത്തുറാറ്. ഇല്ല നസലത്ത് അലൈഹിമുസ് സക്കീന, അങ്ങളെ മേൽ അള്ളാഹുരെ സക്കീനത്ത്, അള്ളാഹുരെ ശാന്തി, റഹ്മത്ത് ഇറങ്ങരുത്. ഒരു ഹദീസ്. ഇനൊരു വേറൊരു ബാബ് അതേ പേജിൽ അഞ്ചാമത്തെ ബാബ് ഫളുൽ മജാലിസി ദിക്രി അസ്സ വജല്ല വദ്ദുആഇ വൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് എന്ന ആ ഇസ്തിഗ്ഫാറും ദുആഉം അതുപോലെ ദിക്ർ ചൊല്ലുകയും മജ്ലിസ് അതിലെ ശ്രേഷ്ഠത ചൊല്ലതായ ഒരു ഹദീസ്, വിശാലമായ ഒരു ഹദീസ്. ആ ഹദീസിന്റെ അർത്ഥം എങ്ങനെയുണ്ട്? വിശാലമായ ഹദീസ്. ഹദീസിലെ തുടക്കത്തിലെ ചിലര് ഇന്ന ലില്ലാഹി തബാറക വതആല മലായികതൻ സയ്യാറതൻ ഫുളലൻ യബ്തഗൂന മജാലിസ ദിക്ർ, ദിക്ർ മജ്ലിസ് തേടി നടക്കുന്നതായ ചില കൂട്ടം മലക്കുമാർ അല്ലാഹു തആല കൊണ്ടുവന്നു. അപ്പോ ദിക്ർ മജ്ലിസ് എന്നുള്ള കർമ്മം ഉള്ളത് കൊണ്ട് തല്ലേ സ്വഹീഹ് മുസ്ലിമിലോ ഈ ദിക്ർ മജ്ലിസിനെ കുറിച്ചിട്ട് പരാമർശമുണ്ടായത്. ഇനി ഒരാൾ വാർഷിക, മാസിക, പാക്ഷിക, വാരിക, ദൈനംദിന ഇങ്ങനെ ദിക്ർ മജ്ലിസ് ആക്കിയെങ്കിൽ എങ്ങനെയാണെങ്കിൽ വിരോധിക്കണം? ഒരു ബെല്ലിയാസ് ജാവ് ദിക്ർ മജ്ലിസ് എല്ലാവരും കൂടി ചിലരും കണ്ടെങ്കിൽ എന്തൊക്കെ വിരോധിക്കണം? ഒരു നേരസരണ്ട് ചെയ്യാറെന്ന് കണ്ടെങ്കിൽ എന്തൊക്കെ വിരോധിക്കണം? ഇതേ ചിലരതായ ഈ സലപ്പി ഇങ്ങ വാർഷിക സമ്മേളനം ആക്കില്ലേ, മാസിക മീറ്റിംഗുകൾ ഉണ്ടാക്കില്ലേ, മാസിക സമ്മേളനങ്ങൾ ഉണ്ടാക്കില്ലേ, ഇതെല്ലാം ഉണ്ടാക്കില്ലേ? ഇതെല്ലാം ദീനിയുടെ പുഷ്ടിപ്പെടുത്തുക വേണ്ടിയിട്ടല്ലേ? ഒക്കെ അല്ലേ? അപ്പൊ നബിതങ്ങ മാസിക സമ്മേളനം നടത്തിരാ, മാസിക മീറ്റിംഗ് നടത്തിരാ, അഥവാ വാർഷിക സമ്മേളനങ്ങൾ നടത്തിരാ? ഇതെല്ലാം കേൾക്കണായ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഇനി ബിദ്അത്ത് ചൊന്ത് ഈ മനുഷ്യൻ കുറെ ബഗ്ലീസാക്കട് ഇതൊന്ന് കേൾക്കോ. ഓൾറെഡി ബിദ്അത്തിനെ കുറിച്ചിട്ട് ನಾನು ചൊന്നുരെ ആര് ചെന്നറി ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഒരു ഇബാറത്ത് അടക്കೈತಿ ನಾನು ചൊന്നുരെ ಆ ಕ್ಲಿಪ್ ಓಡಿಗೆ ಇಡ್ರೆ. ബിദ്അത്ത് ചെന്നെങ്കെന്തരെ നൂതന ആചാര. ഇതിൽ എക്സ്പ്ലെയിൻ ആക്കണായത് ആര്? ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു, ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ചതായ വലിയ പണ്ഡിതൻ, പ്രഗൽഭ പണ്ഡിതൻ. ആ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ചൊല്ലു അൽ മുഹ്ദസാതു മിനൽ ഉമൂരി വർബാനി, ബിദ്അത്ത് രണ്ട് വിധ. അഹദുഹുമ കേൾക്കു ശ്രദ്ധിച്ചിട്ട്. ഒന്നാമത്തത് മാ ഉഹ്ദിസ യുഖാലിഫു കിതാബൻ ഔ സുന്നതൻ ഔ അസറൻ ഔ ഇജ്മാഅൻ. പരിശുദ്ധ ഖുർആനിൽ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, സ്വഹാബത്തിന്റെ അസർ, അതുപോലെ ഇജ്മാഅ് വിരുദ്ധമായിട്ട് ബണ്ടേ ഒരു പുതിയ ആചാര, അത് ഫഹാദിഹി ബിദ്അത്തു വലാല. ഈ 4 ആധാര സ്തംഭങ്ങൾക്ക് വിരുദ്ധമായിട്ട് ബണ്ടേ ആചാര, അത് വലാലത്തായ പയച്ചുപോയ ദുഷ്ടമായ ബിദ്അത്ത് ഐതിക്ർ. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ചൊല്ലുന്നുണ്ട്. രണ്ടാമത്തത് മാ ഉഹ്ദിസ മിനൽ ഖൈരി ലാ ഖിലാഫ ഫീഹി ലിവാഹിദിൻ മിൻ ഹാദാ വഹാദിഹി. മേൽ ചെല്ലപ്പെട്ട ഖുർആൻ, ഹദീസ്, അസർ, ഇജ്മാ ഇതിക്ക് വിരുദ്ധ ആവണ്ട്, ഇതിക്ക് എതിരാവത്ത രൂപത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടാവുക
പുതുതാവുക എന്നുള്ളത് എത്തിക്കൂടെ നല്ല ബിദഅത്ത് ഹസന ചെന്ത ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ചെന്തുണ്ട്. ഈ ദിക്ർ മജ്ലിസ് എന്നുള്ളത് അത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രേഷ്ഠതകൾ ചെന്ത് തന്ന മജ്ലിസുകൾ എത്തിക്കൂടെ. നബി തങ്ങളുടെ കാലത്ത് ബായാർ ദിക്ർ മജ്ലിസ് നടന്നറ, മൽജ ദിക്ർ മജ്ലിസ് നടന്നറ, ദാറുൽ മുസ്തഫത്തിലുള്ളതായ ദിക്ർ മജ്ലിസ് നടന്നറ, ഇല്ല കൈക്കോളോ ഖിദറിയത്തിലോ മുക്കച്ചേരിലുള്ളതായ ദിക്ർ മജ്ലിസ് നടന്നറ. ചെന്നിട്ട് കേട്ട് തന്നില്ല, ഒരു ഫൈദവുമില്ല. ദിക്ർ മജ്ലിസ് എന്നുള്ള കർമ്മം മുത്തുനബി തങ്ങൾ അതൊരു ശ്രേഷ്ഠത വിവരണമാക്കി തന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.